ഇനി തൃശൂരിലേക്കാണ്. ഇരിഞ്ഞാലക്കുട നഗരസഭ പുതുതായി ആരംഭിക്കുന്ന തെരുവുനായ പരിപാലന കേന്ദ്രത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. നഗരസഭയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശവും വെള്ളപ്പൊക്ക ഭീതിയിൽ കഴിയുന്ന ഇടവുമാണ് ഇതിനായി കണ്ടെത്തിയിരിക്കുന്നത്. 1-ാം വാർഡിലെ മൂർക്കനാട് വെള്ളിക്കാഞ്ഞിരത്തെ 40 സെന്റ് സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല എന്നാണ് ജനകീയ സമിതി പ്രവർത്തകർ പറയുന്നത്. തൃശൂരിൽ നിന്നും ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി ആശങ്കയുടെ ഷെൽട്ടർ. ഏതൊരു വികസനവും ഏതൊരു സാമൂഹ്യ സേവനവും മനുഷ്യനെ കൂടി പരിഗണിച്ചാകണം. അങ്ങനെ മാത്രമേ പാടുകയുള്ളൂ. ഒരു പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നവുമായി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലെ മൂർക്കനാട് എന്ന സ്ഥലത്താണ്. മൂർക്കനാട് വെള്ളക്കാഞ്ഞിരം 2018 പാടവും റോഡും കവിഞ്ഞ് വീടുകളെല്ലാം നിറഞ്ഞ വെള്ളം സംഹാര താണ്ഡവമാടിയ മേഖല. ഇത് 2018 മാത്രം കാഴ്ചയായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് എല്ലാ വർഷവും മഴ പെയ്യുമ്പോൾ ഇവിടുത്തെ ഏതാണ്ട് 60ഓളം വരുന്ന കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്കാണ് മാറ്റാറുള്ളത്. ഇവിടെയാണ് 40 സെന്റ് സ്ഥലം കണ്ടെത്തി ഇരിഞ്ഞാലക്കുട നഗരസഭ തെരുവുനായ പരിപാലന കേന്ദ്രം തുടങ്ങാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഏകദേശം ഒരു 1500-2000ഓളം വരുന്ന തെരുവുനായ്ക്കളുണ്ട്. നിരന്തരമായ ശല്യങ്ങളുണ്ട്. എന്നാൽ 43 വാർഡുള്ള ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് 1-ാം വാർഡ് എന്ന് പറയുന്നത്. കരുവന്നൂർ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം, ഇവിടെ പ്രത്യേകമായ ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 40 സെന്റ് വയൽഭൂമിയാൽ കിടക്കുന്ന ഒരു പ്രദേശത്താണ് എല്ലാ വർഷവും 5-6 അടി വെള്ളം ഉയരുന്ന ഒരു പറമ്പിലാണ് തെരുവുനായുടെ ഷെൽട്ടർ സ്ഥാപിക്കാൻ UDF നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. അതിനെതിരെ ജനകീയമായ പ്രക്ഷോഭമാണ് നിരന്തരമായി തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും ഈ ഒരു ചർച്ച നടന്നിരുന്നു. കാരണം അന്നത്തെ സർക്കാർ നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു, എല്ലാ മുനിസിപ്പാലിറ്റികളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എല്ലായിടത്തും ഒരു ഷെൽട്ടർ വേണമെന്ന് പറഞ്ഞു. നമുക്കറിയാം ഇവിടെ അനുയോജ്യമായ സ്ഥലമില്ല എന്നുള്ളത് നമുക്ക് നല്ല പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ അന്ന് നമ്മുടെ വാർഡിൽ ഷെൽട്ടറിന് സ്ഥലം കണ്ടെത്തി കൊടുക്കാതിരുന്നത്. 2 മഴ അടുപ്പിച്ച് പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് മുങ്ങുകയും ചെയ്യും. ഒപ്പം തന്നെ ക്യാമ്പിലേക്ക് പോകുന്ന ഒരവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ ഈ പരിസരത്തുള്ള ഒരു കൗൺസിലർ ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്ത് കാര്യത്തിലാണെന്നാണ് നമുക്കറിയാൻ പാടില്ലാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പദ്ധതി ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ വരാൻ ഉള്ള എന്ത് നടപടി ഉണ്ടായാലും ഞങ്ങളതിനെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് എതിർക്കും. നഗരസഭയിലെ പിടികൂടുന്ന മുഴുവൻ നായ്ക്കളെയും വന്ധീകരിച്ച് ഇവിടെ പരിപാലിക്കുമെന്നാണ് വാഗ്ദാനം. കഴിഞ്ഞ ദിവസം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അജണ്ട അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ 100-ലധികം വരുന്ന കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ മുഴുവൻ തെരുവുനായ്ക്കളെയും കൊണ്ടുവന്ന് പാർപ്പിച്ചാൽ അവസ്ഥ ഭീകരമാകുമെന്ന് നാട്ടുകാർ. ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പോൾ ആരെടുത്താൽ പറയാം, നമ്മൾ അവരെടുത്ത് നമുക്കൊരു അറിയിപ്പ് പോലും ഇങ്ങനൊരു പരിപാടി തുടങ്ങുന്നുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ആകെ കാണുന്നത് നമ്മൾ TV ചാനലിലും പേപ്പറിലെ ന്യൂസും കണ്ടപ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുന്ന കാര്യം നമുക്ക് അറിയണത്. കാർളം പഞ്ചായത്തിന്റെ താഴ്ന്ന ഭാഗത്തേക്ക് ഒഴുകി ചെല്ലുകയും അവിടുത്തെ കിണറുകൾ മലിനീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇപ്പം നടന്നു പോകുന്നതാണ്. അതിൻ്റെ ഇടയിലാണ് ഈ 1000-1500 നായ്ക്കളെ വളർത്തി കാഷ്ടുണ്ടാവും, മൂത്രമുണ്ടാവും, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടാവും. അതൊക്കെ ഈ വെള്ളത്തിൽ അലിഞ്ഞ് മലിനീകരിച്ച് ഇവിടെ നിൽക്കുന്നവരൊക്കെ താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്നു. 43 വാർഡുണ്ട്, എത്രയോ ഉയർന്ന സ്ഥലങ്ങളുണ്ട്. പഞ്ചായത്ത് മെമ്പറാണ് മുൻപിൻ നോക്കാതെ തെരുവുനായ പരിപാലന കേന്ദ്രം തുടങ്ങാൻ മുൻകൈയെടുക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇവിടെ ഈ മലിനീകരണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീരോലിത്തോട് വഴിക്ക് പുഴയിലേക്ക് വരും. പുഴയിൽ നിന്നിട്ട് ഇവിടുന്ന് ഒരുപാട് ജലപദ്ധതികളുണ്ട്. ഇവിടുന്ന് അത് മുഴുവൻ പോകുന്നത് ഇവിടേക്കൊക്കെയാണ്, ഗുരുവായൂർ, ആ പടിഞ്ഞാറൻ ദേശങ്ങളിലേക്കാണ് ഈ കുടിവെള്ളം പോകുന്നത്. അതിനൊക്കെ ഇത് ബാധിക്കും. പട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെൽട്ടർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടിട്ട് ഇവരിപ്പോൾ 10 അടി ഹൈറ്റിൽ മണ്ണിട്ടിട്ട് കയറ്റി ചുറ്റുമതിലും കെട്ടിക്കഴിഞ്ഞാലും പിന്നെ ഈ പട്ടികൾക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ഫുഡ് എങ്ങനെ കൊണ്ട് എത്തിക്കും? ഈ പട്ടികൾക്ക് അസുഖം വരുമല്ലോ. പല നമ്മുടെ 43 വാർഡിനും കൊണ്ടുവരുന്ന പട്ടികളാണ് ഇവിടെ സംരക്ഷിക്കുക. അപ്പോൾ അവരെങ്ങനെ കെയർ ചെയ്യും? ശരിക്കും ഈ വെള്ളക്കെട്ടിൽ അവർ ഒറ്റയ്ക്കിട്ടിട്ട് പോകും. ഞങ്ങളൊക്കെ ക്യാമ്പിലേക്ക് പോകുന്നവരാണ്. നീരുവലത്തോടാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ അവിടെ ക്യാമ്പിൽ ഒരുപാട് പേരെ കാണാറുണ്ട്. ഇങ്ങനെ 10 ദിവസമൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്.
മഴ പെയ്താൽ തങ്ങളുടെ കുടിവെള്ള സ്രോതസ് അടക്കം നായ്ക്കൾ മൂലമുണ്ടാകുന്ന മാലിന്യം കൊണ്ട് നിറയുമെന്ന് പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നു. അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൃത്യമായി പിടിച്ചുകൊണ്ടുപോകണം, പരിപാലിക്കണം. അത് നിർബന്ധമാണ്. പക്ഷേ അത് ജനങ്ങളെ കൂടി പരിഗണിച്ചു വേണമെന്നാണ് ഇന്ന് നാട്ടുകാരുടെ ആവശ്യം. ബിനേഷ് ബാബുരാജനും സജി എം സിക്കുമൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.